+2 ശേഷമുള്ള വിവിധ എൻട്രൻസ് എക്സാമുകളെ പരിചയപ്പെടുത്തുന്ന സീരീസിൻ്റെ എപ്പിസോഡിലേക്ക് ജോബി സാർ സ്നേഹപൂർവ്വം സ്വാഗതം. സാർ, ഇപ്പം നിലവിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അനവധി എൻട്രൻസ് എക്സാമുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് കുസാറ്റും ബിറ്റ്സാറ്റും അതുപോലെ തന്നെ നാറ്റയുമാണ്. പ്രധാനമായിട്ടും കേരളത്തിൽ ബിടെക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ളത് കുസാറ്റാണ്. സർ, ശരിക്കും എന്താണ് കുസാറ്റിൻ്റെ ക്യാറ്റിൻ്റെ പ്രത്യേകതകൾ? കുസാറ്റ് ക്യാറ്റ് എന്ന് പറയുമ്പോൾ കുസാറ്റിലേക്കുള്ള എല്ലാ പ്രോഗ്രാമുകളും തന്നെ, അത് എഴുതേണ്ട പരീക്ഷകൾ ഡേറ്റുകളൊക്കെ തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എല്ലാ പ്രോഗ്രാമുകൾക്കും വേണ്ടിയുള്ള പരീക്ഷകൾക്ക് പൊതുവെ പറയുന്നതാണ് കുസാറ്റ് ക്യാറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് +2 കഴിഞ്ഞ കുട്ടികൾ കൂടുതൽ പേരും ശ്രദ്ധിക്കുന്നത് ബിടെക് മേഖലയിലേക്കും അതുപോലെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ, പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, ബയോളജിക്കൽ സയൻസ്, പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റാ സയൻസിൻ്റെ പ്രോഗ്രാമുണ്ട്, ഫോട്ടോണിക്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ പ്രോഗ്രാമുകൾ അതുപോലെ ബിടെക് 11 ബിടെക് പ്രോഗ്രാംസ് ആണ് നിലവിലുള്ള കുസാറ്റിലുള്ളത്. അപ്പോൾ ഈ പ്രോഗ്രാമുകൾക്ക് വേണ്ടിയുള്ള കാറ്റ് എക്സാം, അതുകൂടാതെ ലോയ, മാനേജ്മെൻ്റ് ഒക്കെയുള്ള വേറെ എക്സാം ഉണ്ട്. എങ്കിലും +2 വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ ഇതിലായിരിക്കും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന നമുക്ക് പറയാൻ പറ്റും. ഇനി കുസാറ്റിൻ്റെ ക്യാമ്പസുകളെ കുറിച്ച് പറയുമ്പോൾ സാർ, എത്ര ക്യാമ്പസുകളുണ്ട്? ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ള ക്യാമ്പസുകൾ ഏതൊക്കെയാണ്? നമുക്ക് മെയിനായിട്ട് 2 ക്യാമ്പസാണ് പറയാവുന്നത്. പിന്നെ മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം നടക്കുന്ന 3ാമതൊരു ക്യാമ്പസ് കൂടെ ഉണ്ടെന്ന് പറയാം. ഓക്കെ. ഇപ്പോൾ 2 ക്യാമ്പസുകളിൽ മെയിൻ ക്യാമ്പസ് അത് തൃക്കാക്കരയാണ്. തൃക്കാക്കരയുള്ള മെയിൻ ക്യാമ്പസ് അതാണ് നമ്മൾ കുസാറ്റ് കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്വന്തം ക്യാമ്പസ്, അതൊന്ന് നമുക്ക് പറയാം. പിന്നെ കുട്ടനാട് ക്യാമ്പസ് ഉണ്ട്, പുളിങ്കുന്നിലുള്ള കുട്ടനാട് ക്യാമ്പസ്, അവിടെ ബിടെക് പ്രോഗ്രാംസ് ആണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ 2 ക്യാമ്പസുകളാണ് മെയിനായിട്ട് നമുക്ക് പറയാവുന്നത്. സാർ, ഈ കുസാറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോഴത്തേനും ബിടെക് സ്ട്രീമിൽ തന്നെ അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് MSc കോഴ്സുകളിൽ പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്ന ചില കോഴ്സുകളുണ്ട്. വെറൈറ്റി കോഴ്സുകളെന്നോ ഡിമാൻഡിങ് കോഴ്സുകളെന്നോ പറയാം. സാർ, ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള അത്തരം കോഴ്സുകൾ? കുസാറ്റിൽ സാർ പറഞ്ഞ 2-3 പ്രോഗ്രാം ശ്രദ്ധിക്കപ്പെടുന്നതാണ്. കുസാറ്റ് നമ്മുടെ KERF-ൽ 1ാം സ്ഥാനത്ത് കുസാറ്റാണ് നിൽക്കുന്നത്, കേരള റാങ്കിങ് ഫ്രെയിംവർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വ്യതിരിക്തമായ കോഴ്സുകളെന്ന് പറയാവുന്നത് സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്. നമുക്കറിയാം, നാഗ്പൂരിൽ നാഷണൽ ഫയർ സർവീസ് കോളേജിലുള്ള അവിടുത്തെ ഒരു പ്രോഗ്രാം തന്നെയാണ്. പിന്നെ 2ാമത് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ പ്രോഗ്രാം. നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റ് ഉണ്ട്. IIT-കൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ IIT-കളോടൊപ്പം തന്നെ പ്ലേസ്മെൻറ്റ്സ് ആ ഒരു സ്ട്രീമിന് കിട്ടുന്നുണ്ട്. പിന്നെ മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമാണ്. അവിടെ നമുക്ക് സെൻറ്റ് ബേർസൻ്റ് എന്ന് പറയത്തില്ലെങ്കിലും അവിടെയും പ്ലേസ്മെൻറ്റ് നല്ല രീതിയിലുണ്ട്. ഈ 3 പ്രോഗ്രാമാണ് നമുക്ക് കുസാറ്റിൽ എടുത്തു പറയാവുന്ന പ്രോഗ്രാം. പിന്നെ ഉള്ള കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ്, സിവിൽ, അങ്ങനെയുള്ള മെക്കാനിക്കൽ, പോളിമർ, ഇങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാം, ഇൻസ്ട്രുമെൻറ്റേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളും അവിടെ ഉണ്ട്. ഇനി അവിടുത്തെ ഈ പ്രോഗ്രാമുകളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവിടുത്തെ ബിടെക് പ്രോഗ്രാമുകൾ തുടങ്ങുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ അവിടെ റിസർച്ച് ഏരിയ ഈ പറയുന്ന എല്ലാ സബ്ജക്റ്റുകൾക്കും റിസർച്ച് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് റിസർച്ചിന് അവർ വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളാണ് അവിടെ ബിടെക് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അതിന് ശേഷം അവരുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ പല അസോസിയേഷൻസ്, സിക്ക് എന്ന സിറ്റിംഗ്, അങ്ങനെ പല പേരുകളിൽ ഉള്ള അസോസിയേഷൻസ് ഉണ്ട്. ഓൺട്രപ്രണർഷിപ്പ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അതുപോലെ സ്റ്റാർട്ടപ്പ് കൾച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ, അതുപോലെ കുട്ടികൾക്ക് ഈവനിങ്ങിലൊക്കെ അവർക്ക് വർക്ക് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഓൺട്രപ്രണർഷിപ്പിനുള്ള അവരുടെ ഒരു ടെസ്റ്റിംഗ് ഒക്കെ നടത്താനുള്ള അവസരങ്ങൾ, റിസർച്ച് ടെസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ, ഇങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാർ, അപ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എത്രമാത്രം വാസ്തവമാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് ഒരു KTUവിൻ്റെ കീഴിലുള്ള ഒരു ഇൻഡിവിജ്വൽ കോളേജോ അല്ലെങ്കിൽ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജോ അതുമായി കുസാറ്റ് ഒന്ന് കമ്പയർ ചെയ്യുമ്പം അക്കാഡമിക്കലി എവിടെയാണ് കുസാറ്റിൻ്റെ സ്ഥാനം? നമ്മൾ ആ ഒരു റാങ്കിങ് ഫ്രെയിംവർക്കിൽ ഞാൻ പറഞ്ഞു കേരളത്തിലെ 1ാമതായിട്ട് വരുന്നത് നമുക്ക് അതാണ് ഏറ്റവും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു ഫ്രെയിംവർക്ക്. പിന്നെ നമുക്കറിയാം, കോളേജുകൾ എടുക്കുമ്പോൾ കൺവെൻഷനായിട്ട് എഞ്ചിനീയറിംഗ് കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ഹിസ്റ്ററിയും റെപ്യൂട്ടേഷനും ഉള്ള കോളേജുകൾ നമുക്കുണ്ട്. അപ്പം നമ്മുടെ CET ട്രിവാൻഡ്രം ആണെങ്കിലും TKM കൊല്ലമാണെങ്കിലും തൃശ്ശൂർ, ഈ ഒരു 3 കോളേജ് എങ്കിലും നമുക്ക് പറഞ്ഞു വെക്കേണ്ടതായിട്ട് വരും. അപ്പം ആ ഒരു ലെവലിൽ അല്ലെങ്കിൽ അതിന് ജസ്റ്റ് ആ ഒരു ലെവലിലേക്ക് നമുക്ക് കുസാറ്റിന് വേണമെങ്കിൽ കൊണ്ടുവരാം. കുസാറ്റിൻ്റെ മെയിൻ ക്യാമ്പസ് കൊണ്ടുവരാമെന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ. സാർ, ഇവിടുത്തെ എക്സാം പാറ്റേണിനെ കുറിച്ച് പറയുമ്പം എന്തൊക്കെയാണ് ഇവിടുത്തെ, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അപ്പോൾ ഈ കുസാറ്റ് ക്യാറ്റിൽ കുട്ടികൾക്ക് 3 മണിക്കൂർ പരീക്ഷ ഉള്ളത്. 3 മണിക്കൂർ. അപ്പോൾ 225 ക്വസ്റ്റ്യൻ. മാത്തമാറ്റിക്സിൻ്റെ ഒരു 90 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിന് 1 മണിക്കൂർ 15 മിനിറ്റ് സമയം കിട്ടും
75 മിനിറ്റ് എന്ന് വേണേൽ പറയാം. പിന്നെയുള്ളത് ഫിസിക്സിൻ്റെ ഒരു 75 ക്വസ്റ്റ്യൻ, പിന്നെയുള്ളത് 60 ക്വസ്റ്റ്യൻ വരുന്നത് കെമിസ്ട്രിയുടെയാണ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ 225 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. ആ 225 ക്വസ്റ്റ്യനാണ് 3 മണിക്കൂർ. അതിൽ ഏറ്റവും കൂടുതൽ ടൈം കിട്ടുന്നത് മാത്സിനാണ്. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി മാത്സിന് 1.25 മണിക്കൂർ കിട്ടും, ഫിസിക്സിന് 1 മണിക്കൂർ കിട്ടും, കെമിസ്ട്രിക്ക് 45 മിനിറ്റാണ് ഉള്ളത്. ഇങ്ങനെയാണ് ടൈം കൊടുത്തിരിക്കുന്നത്. അതായത് അതിനകത്ത് +3 -1 അത് കറക്റ്റ് ആൻസറിന് 3 മാർക്ക് കിട്ടുമ്പോൾ റോങ് ആൻസറിന് 1 മാർക്ക് നഷ്ടപ്പെടുന്നു. മിനിമം സ്കോർ, അതായത് റാങ്ക് ലിസ്റ്റ് വരാൻ വേണ്ടി വരുന്ന മിനിമം സ്കോർ മാത്തമാറ്റിക്സിന് 10 മാർക്ക്, ഫിസിക്സ് കെമിസ്ട്രി രണ്ടിനും കൂടെ കൂടിയും 10 മാർക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധിക്കും. സാർ, ഇപ്പോൾ എക്സാം എഴുതുന്ന ഒരു വിദ്യാർത്ഥിക്ക് ടോട്ടൽ സമയം കിട്ടും? ഇപ്പോൾ ഫിസിക്സിനിടയ്ക്ക് അല്ലെങ്കിൽ ഫിസിക്സ് കഴിഞ്ഞിട്ട് കെമിസ്ട്രിയിലേക്ക് അങ്ങനെ മാറിപ്പോകാനുള്ള സമയമുണ്ടോ, അതോ ഒരെണ്ണം തീർത്തിട്ട് അടുത്തതിലേക്ക് പോകണം, അങ്ങനെ വല്ല നിർബന്ധങ്ങളും ഉണ്ട്? ഫിസിക്സ് ആണ് ആദ്യം. ഫിസിക്സിന് ഈ പറഞ്ഞ 1 മണിക്കൂർ സമയം, അതായത് കൃത്യ ടൈം ഫിസിക്സിന്. അങ്ങനെ ഒരു പാറ്റേൺ അല്ലാതെ നമുക്ക് കൂടുതൽ സമയം മാത്സിന് എടുക്കാനോ അല്ലെങ്കിൽ കൂടുതൽ സമയം ഫിസിക്സ് അങ്ങനെ പറ്റില്ല. സ്പീഡിന് വലിയൊരു ക്വസ്റ്റ്യൻസ് പൊതുവെ സിമ്പിളാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ്, ഒരുപാട് ടെസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പറയാനില്ല കുസാറ്റ് കാറ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ. അപ്പോൾ നമ്മുടെ സ്പീഡും അക്യുറസിയും ഒക്കെയാണ് അവിടെ പ്രധാനമാണ്. കാരണം +3 -1 ഇപ്പോൾ കേരള എഞ്ചിനീയറിംഗിലൊക്കെ ആണെങ്കിൽ നമുക്ക് 4ഉം -1 ആണ്. ഇത് 3ഉം -1 ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവിന് കൂടുതൽ പ്രാധാന്യം, തെറ്റാതിരിക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് പ്രാക്ടീസ് ഒക്കെ വളരെ വേണ്ടി വരുന്നുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻസ് ഈസിയാണ്, അവർ കുട്ടികൾക്ക് ആൻസർ ചെയ്യാവുന്ന, അതായത് അവരുടെ +2 സിലബസിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആകും ഉണ്ടാവുക. സാർ, ഇനി അതുപോലെ തന്നെ ഏതൊക്കെയാണ് ആപ്ലിക്കേഷൻ ഡേറ്റുകൾ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. മാർച്ച് മാസം 10-ാം തീയതി വരെ അവർക്ക് അപ്ലൈ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അത് ചിലപ്പോൾ വീണ്ടും ഒരാഴ്ച കൂടെ അല്ലെങ്കിൽ 4-5 ദിവസമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് നോക്കി നിൽക്കണമെന്നില്ല, അത്യാവശ്യം ഈ ഒരു ടൈം പീരീഡിൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. എക്സാം ഡേറ്റുകൾ നടക്കാൻ എക്സാം ഡേറ്റുകൾ ഈ മാസം 10, 11, 12. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കണം. നമ്മളീ പറഞ്ഞ പോലെ എല്ലാം ക്യാറ്റാണ്. നമ്മൾ അത് വരും. അപ്പോൾ അതനുസരിച്ച് ഡേറ്റോടെ എടുക്കാവുന്നേ ഉള്ളൂ. സാർ, ഇപ്പം ബിടെക് പഠിക്കാതെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് പ്രധാനമായും 2 ഓപ്ഷൻസാണ് ഉള്ളത്. ഒന്നെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച കോളേജുകളിൽ, അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോളേജുകളിൽ BSc MSc പ്രോഗ്രാമുകൾക്ക് എടുക്കാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ കുസാറ്റിലോ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളിൽ അഡ്മിഷൻ എടുക്കാം. സാർ, എന്താണ് ശരിക്കും കുസാറ്റിലെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ പ്രത്യേകതകൾ? അത് അത്രയും വാല്യുബിൾ ആണോ ശരിക്കും? കുസാറ്റിലെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം, കുസാറ്റിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ റിസർച്ച് നേരത്തെ ആരംഭിച്ചു, മാസ്റ്റേഴ്സ് ഡിഗ്രികൾ നേരത്തെ ഉള്ളതാണ്. അതായത് അവരിപ്പോൾ ഇവിടെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം നടത്തുന്ന സബ്ജക്റ്റുകളിലെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം വളരെ മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അവിടെ ഫിസിക്സും മാത്തമാറ്റിക്സും ഉണ്ടാവും, കെമിസ്ട്രി ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ബയോളജിക്കൽ സയൻസ് ഉണ്ട്. അപ്പോൾ ഇത് 5 ഇയർ പ്രോഗ്രാമാണ്. 5 വർഷം കഴിയുമ്പോൾ നമുക്ക് MSc, അതായത് BSc പ്ലസ് ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുമ്പോൾ MSc ആയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇപ്പോൾ അവരുടെ അട്രാക്ഷൻ എന്ന് പറയാവുന്നത് എക്സിറ്റ് ഓപ്ഷൻ അനുവദിക്കുന്നുണ്ട്. 3 വർഷം കഴിയുമ്പോൾ 3 ഇയർ, അതായത് റിക്കേർഡ് ആയിട്ടുള്ള ക്രെഡിറ്റ്സ് ഒക്കെ അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 ഇയർ ആകുമ്പം ഡിഗ്രി ആയിട്ട് ഇറങ്ങാൻ പറ്റും. ഒരു പക്ഷേ പഠിക്കുന്നതിനോട് അത്ര താല്പര്യം തോന്നുന്നില്ല, ഒരു താല്പര്യം ഇല്ലെങ്കിൽ ഇനി 4 ഇയർ ആകുമ്പോൾ ഓണേഴ്സുമായിട്ട് പുറത്തിറങ്ങാനുള്ള ഓണേഴ്സായിട്ട് ഇറങ്ങാൻ പറ്റും. പിന്നെ 5 ഇയറിൽ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, അതൊരു നല്ല ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടും. പിന്നെ ഈ ബിടെക്കിന് വേണ്ടി ട്രൈ ചെയ്യുന്ന കുട്ടിക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിലും ഇടം പിടിക്കാനുള്ള അവസരമുണ്ട്. ഈ ഒരൊറ്റ പരീക്ഷയിൽ അത് ക്ലിയർ ചെയ്യാനും പറ്റുന്ന സാധ്യതകളുണ്ട്. +2 ശേഷം വിദ്യാർത്ഥികൾക്ക് എഴുതാവുന്ന വിവിധ എൻട്രൻസ് എക്സാമുകളെ പരിചയപ്പെടുത്തുന്ന വിദ്യാർത്ഥികളുടെ റിക്വസ്റ്റ് പ്രകാരമുള്ള ഒരു സീരീസാണിത്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റിയുള്ള പല എൻട്രൻസ് എക്സാമുകളും നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ജോബി സാർ, ഈ ഒരു സെക്ഷൻ വളരെ യൂസ്ഫുൾ ആയിരുന്നു. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ കൃത്യമായിട്ട് എൻട്രൻസ് എക്സാമുകളെ മനസ്സിലാക്കാൻ ഈ ഒരു സീരീസ് യൂസ്ഫുൾ ആണ്. സാർ, ഇതിനേക്കാൾ കൂടുതൽ ഡിമാൻഡിങ് ആയ കോഴ്സുകളും അതുപോലെ എൻട്രൻസ് എക്സാമുകളുമായി വീണ്ടും കാണാം. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.